ഭക്തി ഒരു മനുഷ്യനെ അകത്തു നിന്ന് മാറ്റുമ്പോൾ നവോത്ഥാനമാകട്ടെ ഒരു സമൂഹത്തിനെ പുറത്തുനിന്ന് തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഭക്തിയും നവോത്ഥാന പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഭക്തിയില് ഒരു വ്യക്തിയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഒരു വ്യക്തിയുടെ ആത്മശുദ്ധിയെ, അതിനെയാണ് കൂടുതലായിട്ട് ഭക്തി പ്രസ്ഥാനത്തില് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്നാൽ നവോത്ഥാന പ്രസ്ഥാനത്തിൽ കൂടുതലായും ഒരു സമൂഹത്തിന്റെ മുഴുവനും ശുദ്ധിക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭക്തി, വിനയം, ദയ, സ്നേഹം, സത്യസന്ധത ഇതുപോലെയുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയപ്പോൾ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, സാമൂഹ്യ അനീതി ഇതിനെതിരെയൊക്കെ പ്രതികരിക്കണം, ആ ഒരു രീതിയിലാണ് നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നു വന്നിട്ടുള്ളത്. ഭക്തിയിൽ സാഹിത്യത്തിലൂടെ മൂല്യബോധം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പങ്കെങ്കിൽ നമ്മുടെ നവോത്ഥാനത്തിൽ വിശേഷിപ്പിക്കുന്നത് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ മാറ്റം സൃഷ്ടിക്കാം എന്നുള്ളതായിരുന്നു. ഭക്തി ഒരു മനുഷ്യനെ അകത്തു നിന്ന് മാറ്റുമ്പോൾ നവോത്ഥാനമാകട്ടെ ഒരു സമൂഹത്തിനെ പുറത്തുനിന്ന് തന്നെ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു തലത്തിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സമൂഹത്തിലേക്ക് കടന്ന് ആ സമൂഹത്തിലെ സംസ്കാരത്തിനെ മുഴുവൻ മാറ്റുന്ന തരത്തിലേക്കാണ് നവോത്ഥാന പ്രസ്ഥാനം ഉയർന്നു വന്നത്.